Physical and chemical properties of urea. Physical properties of urea. Urea is white crystalline solid. Its melting point is 132 degrees Celsius. It is soluble in water and alcohol, insoluble in ether, chloroform and benzene. Chemical properties of urea. ഫസ്റ്റ് വരുന്നത് ആക്ഷൻ ഓഫ് ഹീറ്റ്. യൂറിയനെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ, അതായത് 132 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അത് മെൽട്ടാവും. ദെൻ ഫർദർ സ്ലോ ഹീറ്റിംഗ് അബൌട്ട് 150 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ലോസസ് അമോണിയ ആൻഡ് yields ബൈയൂറേറ്റ് വിച്ച് ഈസ് വൈറ്റ് precipitate. അങ്ങനെ യൂറിയനെ 150 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്തിട്ട് ബൈയൂറേറ്റ് കിട്ടുന്ന ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബൈയൂറേറ്റ് ടെസ്റ്റ് ആണ് അടുത്തത്. Cold aqueous solution of biurate treated with 10% of NaOH solution and then add a drop of copper sulfate solution. A violet color appears. This is test for urea, peptides, proteins, etc. അടുത്തത് ആക്ഷൻ ഓഫ് ഹീറ്റിൽ തന്നെ rapidly heated to 170 degrees Celsius, urea yields cyanic acid and ammonia. യൂറിയനെ 170 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ സയനിക് ആസിഡും അമോണിയ ഉണ്ടാവുന്ന ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സയനിക് ആസിഡ് പോളിമറൈസ്ഡ് ടു സയനൂറിക് ആസിഡ്. ഈ സയനൂറിക് ആസിഡ് എക്സിബിറ്റ് കീറ്റോ ഈനോൾ ടോട്ടോമെറിസം. സയനൂറിക് ആസിഡിൻ്റെ കീറ്റോ ഫോമും ഈനോൾ ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമതായി വരുന്നത് ബേസിസിറ്റി, സോൾട്ട് ഫോർമേഷൻ. Urea is monoacidic base. Concentrated HNO3 added to concentrated solution of urea. Urea nitrate is precipitated, which is white crystalline. യൂറിയനെ HNO3 ആയിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന യൂറിയ നൈട്രേറ്റിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ഓക്സാലിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് യൂറിയ ഓക്സലേറ്റ് precipitate. മൂന്നാമതായിട്ട് വരുന്നത് ഹൈഡ്രോളിസിസ്. ഹീറ്റിംഗ് വിത്ത് ഡൈല്യൂട്ട് ആസിഡ്സ് ഓർ ഡൈല്യൂട്ട് ആൽക്കലീസ്, യൂറിയ ഗെറ്റ് ഹൈഡ്രോളൈസ്ഡ് ടു CO2 ആൻഡ് NH3. യൂറിയനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡും NH3 കിട്ടണതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് എൻസൈം യൂറിയേസ് can also bring about the hydrolysis. Thank you.